ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് സാബൂദാന ചൊവ്വരിയും കൊണ്ട് ഒരു അടിപൊളി ചിപ്സാണ്. സൺഡ്രൈ ചിപ്സാണ്. കുട്ടികളൊക്കെ പ്രിങ്കിൾസ് ഒക്കെ ചോദിക്കുമ്പോൾ വളരെയേറെ ക്യാഷ് കൊടുത്ത് നമ്മൾ വാങ്ങിച്ച് കൊടുക്കാറുണ്ട് പ്രിങ്കിൾസ് ഒക്കെ. അപ്പം അവർ ആ ഒരു പ്രിങ്കിൾസ് ചോദിക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്ത് അവർക്ക് കൊടുത്ത് നോക്കിക്കോളൂ. അവർ പ്രിങ്കിൾസ് മറന്നേ പോകും കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. പെട്ടെന്ന് തന്നെ സൺഡ്രൈ ഒക്കെ ചെയ്ത് നല്ല വെയിലുള്ള സമയമല്ലേ, അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ റെസിപ്പി സ്കിപ്പ് ചെയ്ത് കണ്ടല്ലോ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഈ ഒരു സാബുദാനയുടെ ഈ ഒരു ചിപ്സ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വന്നാലോ. അതിനായി ഒരു ബൗളിൽ 1 കപ്പ് ചൊവ്വരിയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ വലിയ മണിമണിയായിട്ടുള്ള ചൊവ്വരിയാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മുടെ ബൗളിലോട്ട് ചേർത്തതിന് ശേഷം ആവശ്യമനുസരിച്ച് വെള്ളം കൂടെ ചേർത്ത് ഒരു 2-3 തവണ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം കേട്ടോ. ചൊവ്വരി ഇവിടെ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് 1 കപ്പ് വെള്ളം ചേർക്കാം. 1 കപ്പ് ചൊവ്വരിക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് ഒരു 4 to 5 മണിക്കൂർ നന്നായിട്ടൊന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഏകദേശം ഒരു 6 മണിക്കൂറിന് ശേഷം നമ്മുടെ ചൊവ്വരി നോക്കിക്കോളൂ, നന്നായിട്ട് വെള്ളമെല്ലാം വലിഞ്ഞ് നല്ല മണിമണിയായിട്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. നോക്കിക്കോളൂ, ആ ഒരു നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ടൊന്ന് അലിഞ്ഞു പോകുന്നുണ്ട്. അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ചൊവ്വരി ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു കടായി എടുക്കാം കേട്ടോ. കടായിലോട്ട് നമ്മൾ ഏത് കപ്പിലാണോ അളന്നത് അതേ കപ്പിൽ നിന്ന് ഒരു 7 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഗ്ലാസ് ആണെങ്കിൽ ഗ്ലാസ് വെച്ച്, അല്ലെങ്കിൽ കപ്പ് ആണെങ്കിൽ കപ്പ് വെച്ച് അളന്ന് ചേർത്തോളൂ കേട്ടോ. അപ്പോൾ 7 ഗ്ലാസ് വെള്ളം ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓൺ ചെയ്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ബോയിലായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കുതിർത്ത് വെച്ചിരിക്കുന്ന ചൊവ്വരി നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ചൊവ്വരി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ട് തന്നെ നല്ലൊരു ട്രാൻസ്ലൂസൻറ്റ് ആവുന്നിടം വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നോക്കിക്കോളൂ, ട്രാൻസ്ലൂസൻറ്റ് ആയി വരുന്നുണ്ട്. നന്നായിട്ടൊന്ന് ട്രാൻസ്ലൂസൻറ്റ് ആയിട്ട് ഏകദേശം ഒരു ലൈറ്റ് തിക്നെസ് ആയി വരുന്ന പരുവം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് ആ ഒരു സമയമാകുമ്പോഴത്തേനും നമ്മുടെ ഈ ഒരു ചൊവ്വരി മേലെ ഇങ്ങനെ പൊന്തി വരുന്നതായിരിക്കും. നോക്കിക്കോളൂ, നന്നായിട്ട് ഇതുപോലെ പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് കുറച്ചുകൂടെ ഒന്ന് കുക്ക് ആയതിനു ശേഷം ഏകദേശം ഒരു 10 to 15 മിനിറ്റ് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആ സമയത്ത് എല്ലാം നന്നായിട്ടൊന്ന് നല്ല ട്രാൻസ്ലൂസൻ്റ് ആയി വരുന്നതായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇടവിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നല്ലൊരു ട്രാൻസ്ലൂസൻറ്റ് ഫോം ആവുന്നതിന് വരെ വേണം നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് കുക്കായി വരുന്നുണ്ട്. ഏകദേശം ട്രാൻസ്ലൂസൻറ്റ് ആയി വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ആ ഒരു ടെക്സ്ചർ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കും. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു ചൊവ്വരി നല്ല ട്രാൻസ്ലൂസൻറ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് മാറ്റി വെച്ച് തണുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് തണുത്ത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു മിക്സി ജാർ എടുക്കാം. മിക്സി ജാറിലോട്ട് നമുക്ക് പകുതി ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ലിറ്റിട്ട് ക്ലോസ് ചെയ്ത് നല്ല ഫൈനായിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒരു ബൗളിലോട്ട് ട്രാൻസ്ഫർ ചെയ്തെടുക്കാം. ഇതേ രീതിയിൽ തന്നെ ബാക്കിയുള്ളത് കൂടി അരച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. നോക്കിക്കോളൂ, മിക്സ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു തിക്നെസ്സിൻ്റെ എന്തുമാത്രം മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു ചൊവ്വരിയും കൊണ്ട് തയ്യാറാക്കിയിരിക്കുന്ന ആ ഒരു മിക്സ് ഇവിടെ റെഡി ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിലോട്ട് ആവശ്യമനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ടേസ്റ്റ് അനുസരിച്ച് മസാലകൾ വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ 1 ടീസ്പൂണ് നമ്മുടെ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ജീരകം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ആ ഒരു മിശ്രിതം എല്ലാം, അതായത് മസാലക്കൂട്ടെല്ലാം നന്നായിട്ട് മിക്സ് ആവുന്നിടം വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു മിശ്രിതം റെഡി ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഷീറ്റ് വിരിച്ചു കൊടുക്കാം. നല്ലൊരു വെയിലാണ്, നല്ല നിഴലും കാണുന്നുണ്ടല്ലോ. അപ്പം നമ്മൾ ഓരോ വളകൾ ഒരു 4 വള ഞാൻ ഇതുപോലെ റൗണ്ട് ഷേപ്പ് കിട്ടാനായിട്ട് വള ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആ റൗണ്ട് വളയിലെ ഉള്ളിൽ തന്നെ നമുക്ക് മിശ്രിതം, അതായത് ഓരോ തവി മിശ്രിതം നമുക്ക് കുറേശ്ശെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ പതിയെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്തോളൂ കേട്ടോ. ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അത് തനിയെ സ്പ്രെഡായി വന്നോളൂ കേട്ടോ. ആ റൗണ്ടിൽ തന്നെ നിൽക്കും, അതിൻ്റെ അപ്പുറം ഒന്നും പോകത്തില്ല കേട്ടോ. അതേ രീതിയിൽ വളകൾ മാറ്റി നമുക്ക് ഓരോന്നായിട്ടൊന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നോക്കിക്കോളൂ, വളരെ എളുപ്പത്തിൽ തന്നെ നമ്മൾ ആ ഒരു റൗണ്ട് ഷേപ്പിൽ നന്നായിട്ടൊന്ന് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഒരു 5-6 മണിക്കൂറത്തേക്ക് നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഏകദേശം ഒരു 7 മണിക്കൂറിന് ശേഷം നമുക്ക് ഇതൊന്ന് മറിച്ചിടാം കേട്ടോ. അതായത് ഇതുപോലെ ഒന്ന് പതിയെ ഒന്ന് പറിച്ച്, അതായത് നമുക്ക് സ്ട്രെച്ച് ആയതിന് ശേഷം നന്നായിട്ടൊന്ന് വലിച്ച് പതിയെ ഒന്ന് എടുത്ത് കൊടുത്തതിന് ശേഷം പതിയെ ഓരോന്നായിട്ട് ഇതേ രീതിയിൽ തന്നെ നമുക്കൊന്ന് മറിച്ചിടാം.
ഇത് തിരിച്ചും മറിച്ചും നന്നായിട്ട് ആ ഒരു വെയിലത്ത് ഒരു 2 ദിവസത്തെ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പം നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷമുള്ളതാണ് ഞാൻ ഇതേ കാണിച്ചു തരുന്നത്. നോക്കിക്കോളൂ, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു ചിപ്സ് ഉണങ്ങി നല്ല സൂപ്പർ ക്രിസ്പി ആയിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നോക്കിക്കോളൂ, നമ്മുടെ ആ ഒരു ചിപ്സിൻ്റെ ആ ഒരു ടെക്സ്ചർ നോക്കിക്കോളൂ, നന്നായിട്ട് നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമ്മുടെ വിരലുകൾ കാണാം. അത്രയ്ക്ക് ഭംഗിയായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ചിപ്സ് നമ്മുടെ ഉണങ്ങി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഡെപ്പിലൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ട് എത്ര നാൾ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്ത് നോക്കാം. അതിനായി നമുക്കൊരു കടായിൽ ആവശ്യമനുസരിച്ച് ഓയിൽ ചേർത്ത് ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം ഓരോ ആ ഒരു ചിപ്സും നമുക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് ഇതേ രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല വൈറ്റ് കളറിലാണ് നമ്മുടെ ഈ ഒരു ചിപ്സ് റെഡി ആവുന്നത്. നോക്കിക്കോളൂ, പെർഫെക്റ്റ് നമ്മുടെ ആ ഒരു പ്രിങ്കിൾസ് ഒക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റാണ് കേട്ടോ. ആ ഒരു ചില്ലി ഫ്ലേക്സിൻ്റെ ആ ഒരു ഫ്ലേവറും ജീരകത്തിൻ്റെ ഫ്ലേവറൊക്കെ ആകുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പം നോക്കിക്കോളൂ, നമുക്ക് എല്ലാം ഇതുപോലെ ആവശ്യമനുസരിച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സാബുദാന ചിപ്സ് അല്ലെങ്കിൽ നമ്മുടെ പ്രിങ്കിൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയും വളരെ ക്രിസ്പി ആയിട്ട് തന്നെ നമ്മുടെ ഈ ഒരു പ്രിങ്കിൾസ് അല്ലെങ്കിൽ സാബുദാന ചിപ്സ് ഇവിടെ റെഡി ആയിരിക്കുന്നത്. അപ്പം കുട്ടികളൊക്കെ നമ്മുടെ പ്രിങ്കിൾസ് ആവശ്യപ്പെടുമ്പോൾ വില കൊടുത്ത് കാശ് കൊടുത്ത് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി കൊടുത്ത് നോക്കിക്കോളൂ. നമ്മുടെ പൊട്ടറ്റോ ചിപ്സിനെ പോലെ തന്നെ അടിപൊളി ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ ഇതുപോലെ നല്ല റെസിപ്പിക്ക് ഇഷ സ്പൈസി ടേസ്റ്റിവൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.